Hi viewers, welcome back to Nino's Dreamy Creations. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ബീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബോ ചെയ്തെടുക്കാം എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഹാങ്ങിങ് ഒന്നും ഇല്ലാത്ത ഒരു ബോ എങ്ങനെ നമുക്ക് ബീഡ്സ് കൊണ്ട് ചെയ്തെടുക്കാം. അതേപോലെ ആ ബീഡ്സ് വെച്ചിട്ട് നമുക്കിനി എന്തെല്ലാം നമുക്ക് ഹെയർ ആക്സസറീസ് ആയാലും അതേപോലെ ജ്വല്ലറി ആയാലും ഇനി ഇയറിംഗ് ആയാലും അങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് ഈ ഒരു ബോ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ ഈ ഒരു ബോ വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ജ്വല്ലറി ഐറ്റം ആവട്ടോ ചെയ്ത് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ അത് ഹെയർ ആക്സസറി ആവാം, അല്ലെങ്കിൽ നെക്ക് പീസ് ആവാം, അല്ലെങ്കിൽ ഇയറിംഗ് ആവാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒന്നല്ല കേട്ടോ, ഇത് 3 എണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മറക്കാതെ കാണുക, അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്മാൾ സൈസിലുള്ളതും അതേപോലെ തന്നെ ഒരു ഹാഫ് ബീഡും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പേൾസാണ് കേട്ടോ. പേളിൻ്റെ വൈറ്റ് പേൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ പലതരത്തിലുള്ള കുറേ മുത്തുകൾ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഏത് കളറ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ തുടക്കമായതുകൊണ്ട് നമുക്ക് ഇത്ര ഒരു കുഞ്ഞൊരു ചെറിയ സൈസിലുള്ള ഒരു ബോ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്മാൾ സൈസിലുള്ള ബോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 mm ഇതുപോലുള്ള എന്താ പറയുക, നമ്മുടെ കോപ്പർ വയർ ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 mm കോപ്പർ വയറാണ്. ഇതിലോട്ട് നമ്മൾ ഒരു സ്കെയിലിൻ്റെ ഒരു ലെങ്ത്ത് നമ്മളിപ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, അത്രയും ആവശ്യമൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഏകദേശം ഒരു കണക്കനുസരിച്ച് അത്ര എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഇതിൽ ഈ ഒരു വയറിനെ മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 15 ബീഡാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത്. 15 വൈറ്റ് പേൾസ് കോർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതുപോലെ ഈ ഒരു ചെറിയ സൈസിലുള്ള, അതായത് സ്മാൾ സൈസിലുള്ള വൈറ്റ് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വലുപ്പത്തിലുള്ള ഏത് തരത്തിലുള്ള മുത്തുകൾ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഗോൾഡൻ ആയിക്കോട്ടെ, റെഡ് ആയിക്കോട്ടെ, യെല്ലോ ആയിക്കോട്ടെ, അങ്ങനെ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 15 ബീഡ്സ് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഒന്ന് ഇതുപോലെ അടിവശത്തേക്ക് കുറച്ച് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് 2 അറ്റങ്ങൾ തമ്മിൽ നമ്മുടെ ടിയാരയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഇതുപോലെ നമുക്കൊരു ഷേപ്പിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ ഷേപ്പിനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് ആക്കാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ലീഫ് പോലെയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ബോർഡ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അതേപോലെ ആ ഒരു ഷേപ്പിൽ നമുക്കതിനെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്തു, 15 ബീഡ് ഇതേപോലെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെയും ഇതേപോലെ ഒന്ന് ക്രോസ് ആക്കി വെച്ചിട്ട് വീണ്ടും അതിനെയും ഞാൻ 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. കൂടുതൽ പ്രാവശ്യം ചുറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്തായിട്ട് അവിടെ ഒരു ഗ്യാപ്പ് നല്ലപോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അത്രയും ഗ്യാപ്പ് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 2 അറ്റം കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഈ ഒരു ഹാഫ് പേൾസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് കളർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. ഇപ്പോൾ വൈറ്റിൽ വൈറ്റ് തന്നെ വെക്കണം എന്നൊന്നുമില്ല. വൈറ്റിൽ ഇപ്പോൾ റെഡ് വെച്ചാലും സെൻറ്ററായിട്ട് റെഡ് വെച്ചാലും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ഹാഫ് ബീഡ് ഈ ഒരു കളറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി മറ്റേ ഫുൾ ബീഡ് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല, ഞാൻ അത് നോക്കിയിട്ടില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. എന്നിട്ട് ഞാൻ അതിനെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ.
അപ്പം നമ്മൾ ഏത് ഷേപ്പിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ നമുക്കിതിനെ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഈ കമ്പീനെ എന്താ പറയുക, ആ മുത്തിൻ്റെ ഹാഫ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടി ഒരു കമ്പീനെ കേട്ടോ എന്ത് ചെയ്യാണ് താഴത്തോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു അടിവശത്തേക്ക് ആക്കിയിട്ട് താഴത്തേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താലും മതി, അങ്ങനെയും ചെയ്യാം. ഇതുപോലെ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ആ മുകളിലിരിക്കുന്ന കമ്പീനെ ജസ്റ്റ് ഒന്ന് വളച്ച് താഴോട്ടാക്കിയിട്ട് അടിയിലത്തെയും മുകളിലത്തെയും കമ്പി ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. ഒരൊറ്റ തവണ മാത്രമേ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഈ ഒരു ഭാഗത്ത് 13 ഷുഗർ ബീഡാണ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ ബീഡല്ല, നമ്മുടെ പേൾ ബീഡ്. അതായത് വലിയ ഇതിൽ നിൽക്കുന്നുണ്ടല്ലോ, വലിയ സൈസിൽ കുറച്ച് നീളത്തിലുള്ള കമ്പി, അതിൽ 13 എണ്ണവും മറ്റ് ചെറിയ സൈസിൽ 10 എണ്ണമാണ് ചെയ്യുന്നത്. ഇനി ഇതിനെന്ത് ചെയ്യണം, നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അടിവശത്തുള്ള ഒരൊറ്റ പേളിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ ഒന്നൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ആ മുത്ത് അവിടെ ലോക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം എന്ത് ചെയ്യാം, ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കത്രികയായാലും മതി. പക്ഷേ കത്രിക പിന്നെ എന്തിനു പറ്റില്ല, നമ്മുടെ തുണികളൊന്നും മുറിക്കാനായിട്ട് കത്രിക പറ്റില്ല. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മുറിക്കുന്ന കത്രികയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് തുണി മുറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് താഴ്ത്തി കൊടുത്തു. എന്നിട്ട് ഇതിനെ ഈ ഒരു ഷേപ്പിലൊന്ന് വളച്ചു കൊടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു ഷേപ്പിലൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്, ആ ഒരു ഭംഗി കിട്ടാനായിട്ട്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഞാൻ 10 ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴത്ത് കാണുന്ന ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന മുത്തിൻ്റെ ഉള്ളിൽ കൂടെ 2 മുത്തുകൾക്ക് ഇടയിലൂടെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ടോ ബാക്കി വരുന്ന ഭാഗം നമ്മൾ അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് ചുറ്റിയെടുക്കുക. അതായത് വളച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് പോവില്ല, എന്താ പറയുക, നമ്മുടെ ദേഹത്ത് കൊള്ളുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു വലിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ പണികളൊന്നും ഇതിലില്ല. നിങ്ങൾക്ക് അടിവശത്ത് ഒരു ഹാങ്ങിങ് പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മുത്തിൻ്റെ ഇടയിൽ കൂടെ ചുറ്റി വെക്കാതെ ഒരു ചെറിയ ഹോള് പോലെ ആക്കിയിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ആ ഒരു ഹോളിൽ നമുക്ക് ഹാങ്ങിങ് തൂക്കിയിടുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇനി ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ തുണിയിൽ മാത്രമല്ല നമുക്ക് ബീഡ്സ് കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ. ഇനി നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ബോ വെച്ചുകൊണ്ട് ഞാൻ എന്തെല്ലാം ജ്വല്ലറീസാണ് അല്ലെങ്കിൽ ഹെയർ ആക്സസറീസാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്ന എന്ത് സാധനമാണോ ഞാൻ ഉണ്ടാക്കുന്നത് അത് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അതേപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.